എല്ലാവർക്കും നമസ്കാരം. ജപ്പാൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ജപ്പാനിലാണ് ഉള്ളത്. ജപ്പാനിലെ ഒസാക്ക എന്ന സ്ഥലത്താണ് ഞങ്ങൾ 4 ദിവസം താമസിച്ചത്. ആദ്യ ദിവസം തന്നെ പോയത് നാര പാർക്കിലുള്ള ടൊഡായിജി ടെമ്പിൾ കാണാനാണ്. നാര എന്ന സ്ഥലത്ത് നല്ലൊരു ഡീർ പാർക്കുമുണ്ട്. ഇവിടെ സ്വൈരവിഹാരം നടത്തുന്ന മാനുകളെ യഥേഷ്ടം കാണാൻ സാധിക്കും. ടൊഡായിജി എന്ന ജപ്പാൻ വാക്കിൻ്റെ അർത്ഥം കിഴക്കിൻ്റെ മഹാക്ഷേത്രം എന്നാണ്. വാസ്തുവിദ്യയിൽ മികവുറ്റു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം പണി ചെയ്തത് ഷോട്ടോക്കു രാജകുമാരനാണ്. ഈ ക്ഷേത്രമുറ്റം നിറയെ ചെറി ബ്ലോസം പൂത്തുലഞ്ഞു നിൽക്കുന്നു. 7-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ നടുമുറ്റവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറി ബ്ലോസം ചെടികളും വാസ്തുവിദ്യ നിറഞ്ഞ കെട്ടിടവും എല്ലാം ചേർന്ന് ഈ ക്ഷേത്രത്തെ പ്രത്യേക ഭംഗിയുള്ളതാക്കുന്നു. നാര പാർക്കിനും അതിനടുത്തുള്ള ഈ ക്ഷേത്രത്തിനും കൂടി 4 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടെന്ന് പറയപ്പെടുന്നു. 50 മീറ്റർ നീളവും 57 മീറ്റർ വീതിയുമുണ്ട് ഈ ക്ഷേത്രത്തിന്. ചെറി ബ്ലോസം പല നിറങ്ങളിലും കാണുന്നു. പ്രധാനമായും വെള്ളയും പിങ്കുമാണ് നിറം. ടോഡായി ക്ഷേത്രം ലോകത്തിലെ തന്നെ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ കെട്ടിടമായി കണക്കാക്കുന്നു. ഈ ക്ഷേത്രം കാണാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. മഹായാന സിദ്ധാന്തത്തിലെ ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ പ്രധാനം. എല്ലാ ജീവനെയും ബുദ്ധനാക്കാൻ സഹായിക്കുക എന്നതാണ് മഹായാന ബുദ്ധമതത്തിൻ്റെ ലക്ഷ്യം. ഇത് ഒരു വെങ്കലത്തിൽ തീർത്ത വിളക്കാണ്. കൂടാതെ ഇതിൽ മനോഹരമായ കൊത്തുപണികളും കാണാം. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും ശില്പകലയുടെയും ഒരു ഉദാഹരണം കൂടിയാണിത്. മഹായാന പ്രസ്ഥാനത്തിൽപ്പെട്ട വെങ്കലത്തിൽ തീർത്ത വൈരോചന ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ പ്രധാനം. ലോകത്തിലെ തന്നെ ബുദ്ധൻ്റെ വെങ്കല പ്രതിമയുള്ള ഏറ്റവും വലിയ ക്ഷേത്രം ഇതുതന്നെയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഈ ക്ഷേത്രം തുറന്നിരിക്കും. ബുദ്ധ സന്യാസിമാരാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. ഈ ക്ഷേത്രം പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. വൈരോചന ബുദ്ധന് പുറമെ ഇഗാൻഡ് ബുദ്ധനും കോങ്കോ ഋഷിയുമാണ് ഇവിടെയുള്ള മറ്റു 2 പ്രതിഷ്ഠകൾ. ഇതാണ് വെങ്കലത്തിൽ തീർത്ത വൈരോചന ബുദ്ധൻ്റെ പ്രതിഷ്ഠ. ഇവിടെ ഭക്തർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഇഗാൻഡ് ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ്. എൻ്റെ ബുദ്ധിക്കും ബോധോദയം വരുത്തി ബുദ്ധനായി തീർക്കണേ എന്ന് ഞാനും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഓം മാണി പത്മേ ഓം എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഇതാണ് കൊമോങ്കോ ഋഷി. കൊമോങ്കോ ഋഷി പ്രധാന ബുദ്ധൻ്റെ സംരക്ഷകനായിട്ടാണ് കരുതുന്നത്. നോക്കൂ, ഈ ക്ഷേത്രം മുഴുവൻ മരത്തിൻ്റെ തൂണിലും മരത്തിൻ്റെ മേൽക്കൂരയിലുമാണ് പണി ചെയ്തിരിക്കുന്നത്. ഈ തൂണിലുള്ള ദ്വാരത്തിലൂടെ അപ്പുറത്തേക്ക് കടന്നാൽ ഈ ജന്മത്തിൽ ചെയ്ത പാപം തീർന്നുവെന്നും മറ്റൊരു ജന്മം തുടങ്ങിയെന്നുമാണത്രേ വിശ്വാസം. കുറേ പേർ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. 1-2 പേർ അപ്പുറത്തേക്ക് കടക്കുന്നതും കണ്ടു. അവരുടെയെല്ലാം ഈ ജന്മത്തിലെ പാപം തീർന്ന് മറ്റൊരു ജന്മം തുടങ്ങി എന്നവർ വിശ്വസിക്കുന്നു. ഇതാണ് കോങ്കോ ഋഷിയുടെ പ്രതിമ. ഏകദേശം 1600 കൊല്ലം പഴക്കമുണ്ട് ഈ പ്രതിമയ്ക്ക്. ധാരാളം സഞ്ചാരികൾ കാഴ്ചക്കാരായി ഇവിടെ എത്തുന്നുണ്ട്.
പ്രധാന ബുദ്ധൻ്റെ ഇരുവശങ്ങളിലുമായി ഗിഗാൻഡ് ബുദ്ധന്മാർ സ്ഥിതി ചെയ്യുന്നു. ഗിഗാൻഡ് ബുദ്ധൻ എന്നാൽ വലിയ ബുദ്ധൻ എന്നാണർത്ഥം. ഇത് ചന്ദനത്തിരിയും വിളക്കും മറ്റും കത്തിക്കുന്ന ഒരു വിളക്കുമാടമാണ്. ടൊഡാജി ക്ഷേത്രത്തിന് സമീപം നാരാ പാർക്കിൽ ധാരാളം മാനുകളെ കാണാം. ഇവയെല്ലാം ഇവിടെ വളരെ സ്വതന്ത്രമായി വിഹരിക്കുന്നു. ഇവയെ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടാണ് ഇവിടെയുള്ളവർ കണക്കാക്കിയിരിക്കുന്നത്. അതുകാരണം കൊണ്ട് ഈ മാനുകളെ ഇവിടെയുള്ളവർ ഉപദ്രവിക്കാറില്ല. മാത്രമല്ല ഇവർക്ക് ഭക്ഷണവും കൊടുക്കുന്നു. ഏകദേശം 1200 മാനുകളുണ്ട് ഇവിടെ. ക്ഷേത്രത്തിന് പുറത്ത് വളരെ ഭംഗിയുള്ളതും നീളം കൂടിയതുമായ ഒരു മതിൽക്കെട്ട് കാണാം. പ്രധാന ക്ഷേത്രത്തിന് പുറത്തായി ജപ്പാൻ വാസ്തുവിദ്യയിൽ തീർത്ത മറ്റു ചില കെട്ടിടങ്ങളും ഞങ്ങൾ കണ്ടു. ഇതാണ് നാരാ ഡീർ പാർക്ക്. ഇവിടെ ഏകദേശം 1200 മാനുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നാരാ ഡീർ പാർക്ക് കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയത് ഒസാക്ക കാസിൽ കാണുവാനാണ്. ഒസാക്ക കാസിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടൺ അമർത്തൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Thank you.